ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ടുകളിലെ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറി അഥവാ VBT. ഈ തിയറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മെറ്റൽ ലിഗാൻഡ് ബോണ്ടുകൾക്ക് കോവാലൻസ് സ്വഭാവം ഉണ്ട് എന്നാണ് പറയുന്നത്. തിയറിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ്: മെറ്റൽ ഷുഡ് മേക്ക് അവൈലബിൾ ഡെഫിനിറ്റ് നമ്പർ ഓഫ് empty orbitals equal to its coordination number for forming metal ligand bonds എന്നാണ് തിയറി പറയുന്നത്. കോർഡിനേഷൻ നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. മെറ്റലും ലിഗാൻഡും തമ്മിൽ ഫോം ചെയ്യുന്ന സിഗ്മ ബോണ്ടുകളുടെ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റലിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണോ അത്രയും എംപ്റ്റി ഓർബിറ്റൽസ് മെറ്റലിൻ്റെ കൈവശം ഉണ്ടായിരിക്കണം. ദീസ് ഓർബിറ്റൽസ് ഹൈബ്രിഡൈസ് ടു ഫോം ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹാവിംഗ് ഇക്വലൻ്റ് എനർജി ആൻഡ് ഐഡൻറ്റിക്കൽ ഷേപ്പ്. ഈ ഓർബിറ്റലുകൾ ഹൈബ്രിഡൈസ് ചെയ്ത് ഒരേ എനർജിയും ഒരേ ഷേപ്പുമുള്ള ഹൈബ്രിഡ് ഓർബിറ്റലുകളായി മാറുന്നു. The d orbitals participating in hybridization may be inner d or outer d orbitals. അതായത് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ഡി ഓർബിറ്റലുകൾ ഒന്നെങ്കിൽ ഇന്നർ ഡി ഓർബിറ്റൽസ് ആയിരിക്കും. ഇന്നർ ഡി ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെല്ലിന് അകത്തുള്ള ഡി ഓർബിറ്റലുകളാണ് ഇന്നർ ഡി ഓർബിറ്റലുകൾ. അതല്ലെങ്കിൽ അത് ഔട്ടർ ഡി ഓർബിറ്റൽസുമാകാം. ഔട്ടർ ഡി ഓർബിറ്റൽസ് എന്ന് വെച്ചാൽ വാലൻസ് ഷെല്ലിനകത്തുള്ള ഡി ഓർബിറ്റലുകളെയാണ് നമ്മൾ ഔട്ടർ ഡി ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നർ ഡി ഓർബിറ്റലുകൾക്കോ ഔട്ടർ ഡി ഓർബിറ്റലുകൾക്കോ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാം. The ligand must have at least one orbital containing lone pair. മെറ്റൽ ലിഗാൻഡ് ബോണ്ടുകൾക്ക് കോർഡിനേറ്റ് കോവാലൻസ് സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ലിഗാൻഡുകളുടെ കൈവശം ഒരു ലോൺ പെയറെങ്കിലുമുള്ള ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കണം. Empty hybrid orbitals of the metal overlaps with the filled ligand orbitals to form metal ligand coordinate bonds എന്നാണ് തിയറി പറയുന്നത്. മെറ്റലിൻ്റെ കൈവശമുള്ള എംപ്റ്റി ആയിട്ടുള്ള ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ലിഗാൻഡിൻ്റെ ഫിൽഡ് ഓർബിറ്റലുകളുമായി ഓവർലാപ്പ് ചെയ്തിട്ട് മെറ്റൽ ലിഗാൻഡ് കോർഡിനേറ്റ് ബോണ്ടുകൾ ഫോം ചെയ്യും. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഈ തിയറി ലിഗാൻഡുകളുടെ സ്ട്രെങ്ത്ത് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ല. അതായത് സ്ട്രോങ് ലിഗാൻഡുകളെയും വീക്ക് ലിഗാൻഡുകളെയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഈ തിയറിക്ക് സാധിക്കുന്നില്ല. അത് തിയറിയുടെ ഒരു ഡീമെറിറ്റാണ്. എങ്കിലും സ്ട്രോങ് ലിഗാൻഡ് ഏതാ വീക്ക് ലിഗാൻഡ് ഏതാ എന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ ജോമെട്രി VBT ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം നമുക്ക് ആവശ്യമായ കുറച്ച് സ്ട്രോങ് ലിഗാൻഡുകളെയും കുറച്ച് വീക്ക് ലിഗാൻഡുകളെയും ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ലിഗാൻഡുകൾ കാർബൺ മോണോക്സൈഡ്, സയനൈഡ്, അമോണിയ. ഇത് നമ്മൾ CFT പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. വീക്ക് ലിഗാൻഡുകൾ വാട്ടർ, ഹാലജൻസ്. നമുക്കാദ്യം CONH3 6 times the whole 3+ എന്ന ഈ കോംപ്ലക്സിൻ്റെ സ്ട്രക്ചർ VBT വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇവിടെ ലിഗാൻഡുകൾ അമോണിയാണ്. അമോണിയ യൂണിഡെൻഡേറ്റ് ലിഗാൻഡുകളാണ്. അപ്പോൾ ഓരോ അമോണിയും ഓരോ കോർഡിനേറ്റ് കോവാലൻറ്റ് ബോണ്ടുകൾ അല്ലെങ്കിൽ ഓരോ സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്യും. അതായത് ഈ കൊബാൾട്ടിൻ്റെ കോർഡിനേഷൻ നമ്പർ ഇൻ ദ കോമ്പൗണ്ട് ഇസ് 6. ഇപ്പോൾ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് പ്രകാരം കൊബാൾട്ടിൻ്റെ കൈവശം 6 എംപ്റ്റി ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ 27. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d7 4s2 ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ട്രാൻസിഷൻ മെറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം 27 അറ്റോമിക് നമ്പറുള്ള മൂലകത്തിൻ്റെ കോൺഫിഗറേഷൻ 3d7, അതായത് 27-ൽ 7 ആയിരിക്കും. 7 ഇലക്ട്രോൺസ് ആണ് ഡി ഓർബിറ്റിൽ ഉണ്ടാവുക. പിന്നെ എല്ലാവർക്കും വാലൻസ് ഷെല്ലിൽ 4s2 2 ഇലക്ട്രോൺ വീതം ഉണ്ടാവും. അപ്പോൾ 21 ആണ്
അതിൻ്റെ അറ്റോമിക് നമ്പർ എങ്കിൽ കോൺഫിഗറേഷൻ 3d1 4s2 ആണ്. 22 ആണെങ്കിൽ 3d2 4s2 അങ്ങനെയായിരിക്കും, വിത്ത് ദി എക്സെപ്ഷൻ ഓഫ് എലിമെൻറ്റ്സ് വിത്ത് എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ. ഈ കോമ്പൗണ്ടിൽ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. സോ കൊബാൾട്ട് 3+ എന്ന അയോണിൻ്റെ കോൺഫിഗറേഷൻ വിൽ ബി 3d6. 6 ഇലക്ട്രോണുകളും ഈ 5 3d ഓർബിറ്റലുകളിൽ നമ്മൾ ഹൺസ് റൂൾ പ്രകാരമാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കൂ, അമോണിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ലിഗാൻഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പെയറിംഗ് സംഭവിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ട്രോങ് ലിഗാൻഡ്സ് വിൽ കോസ് പെയറിംഗ്. അപ്പോൾ ഈ ഡി ഓർബിറ്റലിലെ ഇലക്ട്രോണുകളുടെ പെയറിംഗ് സംഭവിക്കും. അപ്പോൾ ഇറ്റ് വിൽ അസ്യൂം ദിസ് കോൺഫിഗറേഷൻ, പെയറിംഗ് നടക്കുന്നു. അപ്പം 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ യൂട്ടിലൈസ് 2 3d ഓർബിറ്റൽസ്, ഒരു 4s, പിന്നെ 3 4p. So your hybridization becomes D2sp3. 2 3d, ഒരു 4s, 3 4p. കോർഡിനേഷൻ നമ്പർ 6 ആണ്. സോ 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം. D2sp3 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഈ 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് 6 അമോണിയ മോളിക്യൂൾസിൽ നിന്ന് 6 ഇലക്ട്രോൺ പെയറുകളെ സ്വീകരിച്ചിട്ട് ഈ കോംപ്ലക്സ് ഫോം ചെയ്യണം. സോ the hybridization of the complex is D2sp3. കോർഡിനേഷൻ നമ്പർ 6 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ജോമെട്രി ഒക്ടാഹീഡ്രലാണ്. ഇലക്ട്രോൺസ് എല്ലാം തന്നെ പെയർഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഡയമാഗ്നറ്റിക്. ദ കോമ്പൗണ്ട് ഇസ് ഡയമാഗ്നറ്റിക്. പിന്നെ ശ്രദ്ധിക്കുക, ഇതൊരു ഇന്നേർട്ട് ഓർബിറ്റൽ കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ദ ഇന്നേർട്ട് ഡി ഓർബിറ്റൽസ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ഹൈബ്രിഡൈസേഷൻ. ആൻഡ് അഗെയിൻ ഇറ്റ്സ് എ ലോ സ്പിൻ കോംപ്ലക്സ്. ലോ സ്പിൻ കോംപ്ലക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്നെങ്കിൽ കുറവായിരിക്കും, അതല്ലെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ അൺപെയർഡ് ഇലക്ട്രോൺസ്. കൊബാൾട്ടിൻ്റെ തന്നെ മറ്റൊരു കോംപ്ലക്സായ COF6 the whole 3- എന്ന കോംപ്ലക്സിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൽ ഫ്ലൂറൈഡ് അയോണാണ് നമ്മളുടെ ലിഗാൻഡ്. അതൊരു യൂണിഡെൻറ്റേറ്റ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ കോർഡിനേഷൻ നമ്പർ ഇസ് അഗെയിൻ 6. മെറ്റലിന് 6 empty ഓർബിറ്റൽസ് അവൈലബിൾ ആക്കണം. കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ 27 ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d7 4s2 ആണ്. ഈ കോംപ്ലക്സിൽ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 3d6. 6 d ഇലക്ട്രോൺസ് വിൽ ബി അക്കോമഡേറ്റഡ് ഇൻ ദ 5 3d ഓർബിറ്റൽസ്. ഫ്ലൂറൈഡ് അയോൺ ഒരു വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പാരിംഗ് സംഭവിക്കില്ല. ദർ ഇസ് നോ പാരിംഗ്. സോ 6 empty ഓർബിറ്റൽസിനെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ദ മെറ്റൽ അയോൺ യൂസസ് 1 4s, 3 4p ആൻഡ് 2 4d ഓർബിറ്റൽസ്. ഇവിടെ ഔട്ടർ ഡി ഓർബിറ്റൽസിനെയാണ് ഹൈബ്രിഡൈസേഷൻ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഇസ് sp3d2 ഹൈബ്രിഡൈസേഷൻ. ഈ 6 sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽ 6 ഫ്ലൂറൈഡ് അയോണുകളിൽ നിന്ന് 6 ഇലക്ട്രോൺ പെയറുകളെ സ്വീകരിച്ച് 6 മെറ്റൽ ലിഗാൻഡ് ബോണ്ടുകൾ ഫോം ചെയ്യും. സോ ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് ദ കോംപ്ലക്സസ് sp3d2. ജോമെട്രി ഒക്ടാഹീഡ്രലാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇസ് പാരാമാഗ്നറ്റിക്, കാരണം അതിനകത്ത് 4 അൺപെയർഡ് ഇലക്ട്രോണുകളുണ്ട്. ഇറ്റ് ഈസ് എൻ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്, കാരണം ഇവിടെ ഹൈബ്രിഡൈസേഷന് ഉപയോഗിച്ചിരിക്കുന്ന ഡി ഓർബിറ്റൽസ് ഔട്ടർ ഡി ഓർബിറ്റൽസ് ആണ്. സോ ഇറ്റ്സ് എൻ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. ആൻഡ് അഗെയിൻ ഇറ്റ്സ് എ ഹൈ സ്പിൻ കോംപ്ലക്സ്, കാരണം ഇതിനകത്ത് 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇറ്റ്സ് എ ഹൈ സ്പിൻ കോംപ്ലക്സ്. നമ്മൾ CFT പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, വീക്കായിട്ടുള്ള ലിഗാൻഡുകൾ യൂഷ്വലി ഫോം ഹൈ സ്പിൻ കോംപ്ലക്സസ്. അപ്പോൾ ഈ കേസിൽ യു ഹാവ് എ ഹൈ സ്പിൻ കോംപ്ലക്സ്. അടുത്തതായിട്ട് നമുക്ക് നിക്കലിൻ്റെ കുറച്ച് കോംപ്ലക്സുകളെ കൺസിഡർ ചെയ്യാം. NiCl4 times the whole 2-. ഈ കോംപ്ലക്സിൽ 4 ക്ലോറൈഡ് ലിഗാൻഡുകളാണ് which are unidentate. So coordination number becomes 4. So the metal should make available
4 empty orbitals. Nickel's atomic number 28 ആണ്. So ground state electronic configuration is 3d8 4s2. d ഓർബിറ്റലിൽ 8 ഇലക്ട്രോണുകൾ, ബാക്കിയുള്ള 2 ഇലക്ട്രോണ് s ഓർബിറ്റൽ. ഈ കോംപ്ലക്സിൽ നിക്കിളിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. സോ കോൺഫിഗറേഷൻ ഓഫ് നിക്കിൾ 2+ അയോൺ ഇസ് 3d8. ആ 4sലെ 2 ഇലക്ട്രോൺ പോയിട്ട് ബാക്കി 8 ഇലക്ട്രോൺസ് വിൽ റിമെയിൻ in the 3d orbitals. Chlorine ഒരു weak ligand ആണ്, so there is no pairing. In order to make available 4 empty orbitals, the metal atom utilizes 1 4s orbital and 3 4p orbitals. So hybridization is sp3. ഈ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ 4 ക്ലോറൈഡ് ലിഗാൻഡുകളിൽ നിന്ന് 4 ഇലക്ട്രോൺ പെയറുകളെ സ്വീകരിച്ച് മെറ്റൽ ലിഗാൻഡ് ബോണ്ടുകൾ ഫോം ചെയ്യുന്നു. സോ ഹൈബ്രിഡൈസേഷൻ ഇസ് sp3. ജോമെട്രി ഇസ് ടെട്രാഹീഡ്രൽ. അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉള്ളതുകൊണ്ട് 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ കോമ്പൗണ്ട് ഇസ് പാരാമാഗ്നറ്റിക്. ഇനി നമുക്ക് നിക്കിളിൻ്റെ തന്നെ മറ്റൊരു കോംപ്ലക്സ് ആയ നിക്കിൾ ടെട്രാ കാർബോണിൽ, അതിൻ്റെ ശരിക്കുമുള്ള IUPAC നെയിം ടെട്രാ കാർബോണിൽ നിക്കിൾ 0 ആണ്. ഇതിൽ നിക്കിളിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇസ് 0. ഇപ്പം 4 കാർബൺ മോണോക്സൈഡ് ലിഗാൻഡുകളുണ്ട്. യൂണിഡെൻറ്റേറ്റ് ലിഗാൻഡാണ്. സോ ദ കോർഡിനേഷൻ നമ്പർ ഇസ് 4. എഗെയിൻ നിക്കിൾ ഷുഡ് മേക്ക് അവൈലബിൾ 4 empty orbitals. നിക്കിളിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയതുകൊണ്ട് ഈ കോംപ്ലക്സിൽ നിക്കിൾ ആയിട്ട് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ, വിത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d8 4s2. 8 ഇലക്ട്രോൺ 3d ഓർബിറ്റൽസിലും ബാക്കി 2 ഇലക്ട്രോൺ 4s ഓർബിറ്റലും. എഗെയിൻ നിക്കിൾ ആറ്റം ഹാസ് ടു മേക്ക് അവൈലബിൾ 4 empty orbitals. അപ്പം അതിനു വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും എന്ന് വെച്ചാൽ, കാർബൺ മോണോക്സൈഡ് എന്ന ലിഗാൻഡ് ഒരു സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ബോണ്ടിങ് നടക്കുന്ന സമയത്ത് ഈ 2 4s ഇലക്ട്രോൺ വിൽ കം ടു ദ 3d ഓർബിറ്റൽസ് ആൻഡ് പാരിംഗ് ടേക്സ് പ്ലേസ്. സോ ദ 4s ഓർബിറ്റൽ ആൻഡ് 3 4p orbitals are available for hybridization. 4s and 3 4p orbitals. So your hybridization is sp3. 4 sp3 hybrid orbitals, 4 കാർബൺ മോണോക്സൈഡ് ലിഗാൻഡുകളിൽ നിന്ന് 4 ഇലക്ട്രോൺ പെയറുകളെ സ്വീകരിച്ച് 4 മെറ്റൽ ലിഗാൻഡ് ബോണ്ടുകൾ ഫോം ചെയ്യും. ഹൈബ്രിഡൈസേഷൻ അഗെയിൻ sp3. ജോമെട്രി ബിക്കംസ് ടെട്രാഹീഡ്രൽ. ഇതിനകത്ത് അൺപെയർഡ് ഇലക്ട്രോണുകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഈസ് ഡയമാഗ്നറ്റിക്. ഇനി നമ്മൾ നിക്കിളിൻ്റെ ഒരു കോംപ്ലക്സ് കൂടിയുണ്ട്, NiCN4 times the whole 2-. Again, cyanide is a unidentate ligand. So coordination number is 4. So the metal atom should make available 4 empty orbitals. Nickel's oxidation state in the compound is +2. Configuration is 3d8. 8 electrons will remain in the 3d orbitals. Cyanide being a strong ligand, pairing will take place during compound formation. അപ്പോൾ ഈ ഡിയിലുള്ള ഇലക്ട്രോണുകളുടെ പെയറിംഗ് സംഭവിക്കും, മേക്കിംഗ് 1 d ഓർബിറ്റൽ അവൈലബിൾ. അപ്പോൾ ഒരു d ഓർബിറ്റൽ, ഒരു 4s ഓർബിറ്റൽ, 2 4p ഓർബിറ്റൽ, അങ്ങനെ 4 ഓർബിറ്റൽസ് വിൽ ഹൈബ്രിഡൈസ്. ഹൈബ്രിഡൈസേഷൻ ബീയിങ് dsp2. സോ ഈ 4 dsp2 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ 4 സൈനൈഡ് ലിഗാൻഡുകളിൽ നിന്ന് 4 ഇലക്ട്രോൺ പെയറുകളെ സ്വീകരിച്ച് 4 മെറ്റൽ ലിഗാൻഡ് ബോണ്ടുകൾ ഫോം ചെയ്യും. സോ ഹൈബ്രിഡൈസേഷൻ ബിക്കംസ് dsp2. The geometry of the compound is square planar. Since there are no unpaired electrons, the compound is diamagnetic. ഇനി നമുക്ക് അയേണിൻ്റെ 2 കോമ്പൗണ്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നതാണ്. സോ യു ഷുഡ് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദീസ് കോമ്പൗണ്ട്സ്. നോക്കൂ, ഇതിൽ 6 വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് വിച്ച് ആർ യൂണിഡെൻറ്റേറ്റ്.
So coordination number of the metal becomes 6. So the metal should make available 6 empty orbitals. Iron's atomic number 26 ആണ്. Electronic configuration is 3d6 4s2. ഈ കോമ്പൗണ്ടിൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. സോ ദ കോൺഫിഗറേഷൻ ബിക്കംസ് 3d5. 5 ഡി ഇലക്ട്രോണുകൾ 3d ഓർബിറ്റലിൽ ഓക്യുപ്പൈ ചെയ്യുന്നു. വാട്ടർ ഒരു വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ദർ ഇസ് നോ പാരിങ് ഡ്യൂറിങ് ബോണ്ട് ഫോർമേഷൻ. സോ ഇൻ ഓർഡർ ടു മേക്ക് അവൈലബിൾ ദി 6 empty orbital, the metal uses 1 4s, 3 4p and 2 4d orbitals. Outer d orbitals neയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഹൈബ്രിഡൈസേഷൻ ബിക്കംസ് sp3d2. അങ്ങനെ 6 sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. ഈ 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് 6 വാട്ടർ മോളിക്യൂൾസിൽ നിന്ന് 6 ഇലക്ട്രോൺ പെയറുകളെ സ്വീകരിച്ച് 6 മെറ്റൽ ലിഗാൻഡ് ബോണ്ടുകൾ ഫോം ചെയ്യുന്നു. So your hybridization is again sp3d2. The geometry is octahedral. Coordination number 6 ആകുമ്പോൾ geometry octahedral ആണ്. Magnetic property is paramagnetic because there are so many unpaired electrons. So this is an outer orbital complex. കാരണം outer d orbitals ആണ് hybridization ഉപയോഗിച്ചിരിക്കുന്നത്. And this is a high spin complex കാരണം there are so many unpaired electrons. അയണിൻ്റെ തന്നെ മറ്റൊരു കോംപ്ലക്സിനെ കൺസിഡർ ചെയ്യാം. FeCN 6 times 3-. ഇതിൽ ലിഗാൻഡ് സൈനൈഡ് ആണ്, യൂണിഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. സോ 6 ലിഗാൻഡ് ഉള്ളത് കൊണ്ട് കോർഡിനേഷൻ നമ്പർ വിൽ ബി 6. സോ മെറ്റലിൻ്റെ കയ്യിൽ 6 empty ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. ഈ കോംപ്ലക്സിനകത്ത് അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3, കോൺഫിഗറേഷൻ വിൽ ബി 3d5. 5 ഇലക്ട്രോണ് ഈ 3d ഓർബിറ്റൽസ് അക്കോമഡേറ്റ് ചെയ്യും. സൈനൈഡ് ഒരു സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് പെയറിംഗ് ടേക്സ് പ്ലേസ്. ഇത് ശരിക്കും നമ്മളോട് പറയാൻ പാടില്ലാത്തതാണ്, കാരണം അത് സ്ട്രോങ് ലിഗാൻഡിനെയും വീക്ക് ലിഗാൻഡിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത് വൈസാണ് നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ പരീക്ഷയ്ക്ക് പറയുമ്പം ഇത് സ്ട്രോങ് ലിഗാൻഡാണ് വീക്ക് ലിഗാൻഡാണ് എന്ന് പരീക്ഷയ്ക്ക് പറയാൻ പാടില്ല, കാരണം തിയറിക്കകത്ത് അത് പറയുന്നില്ല. നമ്മളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് വെച്ച് പറയുന്നത്. സോ പെയറിംഗ് ടേക്സ് പ്ലേസ്. പെയർ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇന്നർ ഡി ഓർബിറ്റൽസ് വേക്കൻ്റ് ആകും. അപ്പം 2 3d ഓർബിറ്റൽസ്, ഒരു 4s ഓർബിറ്റൽ, 3 4p ഓർബിറ്റൽസ് ഹൈബ്രിഡൈസ് ചെയ്യും. d2 sp3 ഹൈബ്രിഡൈസേഷൻ. ഈ 6 d2 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് 6 സൈനൈഡ് ലിഗാൻഡിൽ നിന്ന് 6 ഇലക്ട്രോൺ പെയറുകളെ സ്വീകരിച്ച് 6 മെറ്റൽ ലിഗാൻഡ് ബോണ്ടുകൾ ഫോം ചെയ്യുന്നു. സോ ഹൈബ്രിഡൈസേഷൻ ഇസ് അഗെയിൻ d2 sp3. ജോമെട്രി ഇസ് ഒക്ടാഹീഡ്രൽ. മാഗ്നറ്റിക് ക്യാരക്ടർ പാരാമാഗ്നറ്റിക്, കാരണം ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ ദിസ് ഇസ് എൻ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്, കാരണം ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നർ ഡി ഓർബിറ്റൽസ് ആണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ എ ലോ സ്പിൻ കോംപ്ലക്സ്, കാരണം എന്താ, അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടെ കുറവാണ്. നിങ്ങൾക്ക് ആലോചിച്ചിട്ട് തന്നെ മനസ്സിലാവും, നമ്മളുടെ സൈനൈഡ് ഒരു സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് നമ്മൾ CFTയിൽ പറഞ്ഞിട്ടുണ്ട് സ്ട്രോങ് ലിഗാൻഡ്സ് പ്രൊഡ്യൂസ് ലോ സ്പിൻ കോംപ്ലക്സസ്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, CFTയുടെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ CFT ഉപയോഗിച്ച് നമുക്ക് ഹൈ സ്പിൻ ലോ സ്പിൻ കോംപ്ലക്സുകളെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇതിൻ്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അയണിൻ്റെ ഈ കോംപ്ലക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ VBT വെച്ചിട്ട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതിൽ അയണിൻ്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. വാട്ടർ ഇസ് എ വീക്ക് ലിഗാൻഡ്. സോ ആ വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് ഇവിടെ പാരിങ് നടക്കില്ല. കോർഡിനേഷൻ നമ്പർ 6 ആയതുകൊണ്ട് തന്നെ ജോമെട്രി ഇസ് ഒക്ടാഹീഡ്രൽ. ഒക്ടാഹീഡ്രൽ കോംപ്ലക്സുകളിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇങ്ങനെയാണ്. എനർജി കുറവുള്ള T2G ലെവൽ താഴെയും എനർജി കൂടുതലുള്ള EG ലെവൽ മുകളിലുമാണ്. അപ്പോൾ ഇവിടെ പാരിങ് നടക്കാത്തത് കൊണ്ട് ഈ 5 ഡി ഇലക്ട്രോൺസ് വിൽ ഓക്യുപ്പൈ സിംഗിളി. 3 T2G ലെവലിലും ബാക്കിയുള്ള 2 ഹയർ എനർജി EG ലെവലിലേക്കും പോകും. ബിക്കോസ് ഈ കേസിൽ ഡെൽറ്റ O ഇസ് ലെസ് ദാൻ P. കാരണം ഇത് ഒരു വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് ഡെൽറ്റ ഒൻ്റെ വാല്യൂ കുറവാണ് കമ്പയർഡ് ടു പാരിങ് എനർജി.
So it will have a configuration T2G3EG2. So you can see that this is a high spin complex. High spin complex ആണ്, കൂടുതൽ unpaired electrons ഉണ്ട്. This is a high spin complex. തിയറിയുടെ ലിമിറ്റേഷൻസ് പറയാം. അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ, ഇറ്റ്സ് ബേസ്ഡ് ഓൺ സെവറൽ എസംഷൻസ്. അതായത് ഒരുപാട് എസംഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു തിയറിയാണ് VBT. രണ്ടാമത്തെ കാര്യം, ഇറ്റ് പ്രൊവൈഡ്സ് നോ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് മാഗ്നറ്റിക് ഡാറ്റ. മാഗ്നറ്റിക് ഡാറ്റയ്ക്ക് യാതൊരു വിധത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്ലനേഷനും തിയറി കൊടുക്കുന്നില്ല. അതായത് കോമ്പൗണ്ടുകൾ പാരമാഗ്നറ്റിക് ആണോ ഡയമാഗ്നറ്റിക് ആണോ എന്ന് മാത്രമേ തിയറി പറയുന്നുള്ളൂ. അത് എത്രത്തോളം പാരമാഗ്നറ്റിക് ആണ്, എത്രത്തോളം ഡയമാഗ്നറ്റിക് ആണ് എന്നത് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതും 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതും തിയറിയെ സംബന്ധിച്ചിടത്തോളം പാരമാഗ്നറ്റിക് ആണ്. ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ കളർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ നിറം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തിയറിക്ക് സാധിച്ചിട്ടില്ല. It does not explain kinetic and thermodynamic stabilities of complexes. കോംപ്ലക്സുകൾക്ക് 2 തരത്തിലുള്ള സ്റ്റെബിലിറ്റി ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്, കൈനറ്റിക് ആൻഡ് തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി. അപ്പോൾ ഈ 2 സ്റ്റെബിലിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാനും തിയറിക്ക് സാധിച്ചിട്ടില്ല. ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്ട്രോങ് ആൻഡ് വീക്ക് ലിഗാൻഡ്സ്. അതായത് സ്ട്രോങ് ലിഗാൻഡുകളെയും വീക്ക് ലിഗാൻഡുകളെയും തമ്മിൽ വേർതിരിച്ച് കാണാൻ തിയറിക്ക് സാധിച്ചിട്ടില്ല. ഇൻ ദ കേസ് ഓഫ് 4 കോർഡിനേഷൻ കോംപ്ലക്സസ്, the theory cannot predict correctly whether it is square planar or tetrahedral. അതായത് കോർഡിനേഷൻ നമ്പർ 4 ഉള്ള ചില കോംപ്ലക്സുകൾക്ക് സ്ക്വയർ പ്ലാനാർ ജോമെട്രിയും മറ്റു ചില കോംപ്ലക്സുകൾക്ക് ടെട്രാഹീഡ്രൽ ജോമെട്രിയുമാണ്. അപ്പോൾ ഒരേ കോർഡിനേഷൻ നമ്പറുള്ള 2 കോംപ്ലക്സുകൾക്ക് എങ്ങനെ വ്യത്യസ്തമായ ജോമെട്രി വരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തിയറിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയിലെ 3 ഇമ്പോർട്ടൻറ്റ് തിയറീസ് പറഞ്ഞു ബോണ്ടിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഈ 3 തിയറീസിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അവരുടെ ലിമിറ്റേഷൻസും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ലിമിറ്റേഷൻസ് ഒരു 2-3 ലിമിറ്റേഷൻസ് പഠിച്ചു വയ്ക്കുക ഓരോ തിയറിയുടെയും. താങ്ക് യു.